ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇതാണ് കുമ്പിളപ്പം. വയണ ഇലയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുമ്പിളപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ശർക്കര ഉരുക്കിയെടുക്കാം. ഇനി അത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: അരിപ്പൊടി, തേങ്ങ ചിരകിയത്, ഒരു 3-4 പഴം, വയണയില. ഇതാണ് വയണയില. അപ്പോൾ നമുക്ക് അരിപ്പൊടിയിലേക്ക് പഴവും തേങ്ങ ചിരകിയതും ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ജീരകം നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉരുക്കിയ ശർക്കര ഒന്ന് അരിച്ചൊഴിക്കാം. ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ അരിച്ചൊഴിക്കേണ്ടത്. ശർക്കരയുടെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് എടുക്കണം. പഴമൊക്കെ നന്നായി ഉടച്ച് വേണം നമുക്കത് മിക്സ് ചെയ്യാൻ വേണ്ടി. എപ്പോഴും കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് റെഡിയാക്കുന്നതാണ് നല്ലത്. അങ്ങനെ എല്ലാം നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും അതിന് വേണ്ട ഇലയൊന്ന് കുത്തിയെടുക്കാം. കുമ്പിളപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഞാൻ ഇലയെല്ലാം റെഡിയാക്കിയിട്ടുള്ളത്. ഈ കുഴച്ച് വെച്ച മിക്സിൽ നിന്നും നമുക്ക് കുറേശ്ശെ എടുത്ത് ആ ഇലയ്ക്കുള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. അങ്ങനെ ഓരോന്നിലായി മാവ് നിറച്ച് ഇഡ്ഡലി തട്ടിലേക്ക് വെക്കാം. നമുക്ക് ആവി കയറ്റിയാണ് ഈ അപ്പം ഉണ്ടാക്കേണ്ടത്. ഈ ഇലയ്ക്ക് പ്രത്യേക ഒരു മണമുണ്ട്, രുചിയുമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അപ്പം. ഈ ഇലയുടെ രുചിയും മണവും അതിലേറെ ഇഷ്ടമാണ്. ഈ ഇല നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നതെന്ന് പറയണേ. ഞങ്ങളുടെ നാട്ടിൽ വയണ ഇല എന്നാണ്. ഇത് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ കയ്യിലൊരു കുഞ്ഞ് ഇഡലിക്കുട്ട് കാണുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തട്ടിലേക്ക് ഞാൻ നിറച്ച് കുമ്പിളപ്പം വെച്ചിട്ടുണ്ട് ആവി കയറ്റാൻ വേണ്ടിയിട്ട്. ഇത് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. 20 to 25 മിനിറ്റ്സ് ആവിയിൽ വേവിച്ചെടുക്കണം. ഇത് വെള്ളം തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും, വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലും ഇട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ ഒരു മണം എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം നല്ല അടിപൊളി മണമാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഞാൻ ഓരോന്നായി പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടുത്ത ട്രിപ്പ് അപ്പം എനിക്ക് വെക്കണം. എല്ലാവരും സ്പൂണും കൊണ്ടേ എടുക്കാവൂ കേട്ടോ, കൈ കൊണ്ടൊന്നും ചാടി എടുക്കരുത്. ഭയങ്കര ആവിയാണ് അതിൽ കൂടി വരുന്നത്. അപ്പോൾ നമ്മുടെ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ കുമ്പിളപ്പമൊക്കെ എടുത്ത് ഞാൻ അടുത്ത ട്രിപ്പ് കുമ്പിളപ്പമൊക്കെ വെക്കാൻ തുടങ്ങുവാണ്. ഇതാ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. കുമ്പിളപ്പം നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ആ മണവും ഇലയുടെ മണവും അതിൻ്റെ ആ രുചിയും ഒന്നും പറയാനില്ല. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വയണ ഇലയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം. അതാണ് ഏറ്റവും നല്ല മണവും ടേസ്റ്റും. എനിക്ക് പേഴ്സണലി അതാണ് ഇഷ്ടം. അപ്പം നിങ്ങളെല്ലാവരും ഈ കുമ്പിളപ്പം വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ടേസ്റ്റാണ് ഇതിൻ്റേത്. ഗായ്സ്, കുമ്പിളപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.